LDF അല്ലേ വിജയിക്കേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്തൊരു ബദൽ സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഏക ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. എല്ലാ തരത്തിലുള്ള തെറ്റായ നിലപാടുകൾക്ക് എതിരെ ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റും ഇടതുപക്ഷ മുന്നണിയുമാണ് കേരളത്തിലുള്ളത്. കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ്. അദ്ദേഹത്തെ തന്നെയാണ് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങളാണ് വയ്ക്കുന്ന ബോർഡുകൾ, അല്ലാതെ പിണറായി നേരെ ചെന്ന എല്ലാ സ്ഥലത്തും ബോർഡ് വയ്ക്കുകയല്ല. അല്ല, ഇന്ത്യ സഖ്യത്തിൽ പെടുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാവുമാണല്ലോ പിണറായി വിജയൻ. ഞങ്ങൾ നേരത്തെ നിരുപാധികമായിട്ടുള്ള പിന്തുണ നൽകിയതാണ്. കാരണം രാജ്യത്ത് ഒരു മതനിരപേക്ഷത നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പം അതിനെ തേജോവധം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി തന്നെ തേജോവധം ചെയ്യാനാണ് ഇപ്പോൾ അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ജനങ്ങൾ മനസ്സിലാക്കും. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി CPM വോട്ടർ ID കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുന്നു എന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത്. പയ്യന്നൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടി ഓഫീസിന്റെ 3ാം നിലയിലാണ് ഇത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് KC വേണുഗോപാൽ തുറന്നടിച്ചിട്ടുണ്ടല്ലോ എന്ന് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ ഇപ്പോഴത്തെ CPMന്റെ MP കൂടിയായ K രാധാകൃഷ്ണനോട് മാധ്യമപ്രവർത്തകർ പറയുകയുണ്ടായി. K രാധാകൃഷ്ണനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് മാധ്യമങ്ങൾ കണ്ടപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചത്. സൗമ്യശീലനായ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായ K രാധാകൃഷ്ണൻ ചില കാര്യങ്ങൾ അപ്പോൾ തുറന്നു പറഞ്ഞു. അങ്ങനെ KC വേണുഗോപാലിന് പയ്യന്നൂരിൽ CPM വ്യാജ വോട്ടർ കാർഡുകൾ നിർമ്മിക്കുന്നുണ്ട് എന്നറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നു എന്ന് KC വേണുഗോപാലിന് അറിവുണ്ടെങ്കിൽ അത് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചുകൊണ്ട് വളരെ രഹസ്യമായി തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി അത് അപ്പോൾ തന്നെ കണ്ടുകെട്ടാമായിരുന്നില്ലേ? ഇത്തരം കാര്യങ്ങൾ പരസ്യമായി വിളിച്ചു പറയുകയല്ലോ വേണ്ടത് എന്നാണ് K രാധാകൃഷ്ണൻ തുറന്നടിച്ചത്. മാത്രമല്ല, CPMനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറേണ്ട യാതൊരു ആവശ്യവുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാല 10 വർഷത്തെ CPMന്റെ ഭരണ നേട്ടങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ മുറുകെ പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ വികസനം മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, വികസനത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDFന് ഭരണത്തിൽ തിരിച്ചു വരാൻ സാധിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മത്സരത്തിൽ ജയിക്കാൻ സാധിക്കും. അതിന് വ്യാജ ID കാർഡിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് K രാധാകൃഷ്ണൻ തുറന്നടിച്ചത്. നാട്ടിൽ നടക്കുന്ന കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികളുമായി KC വേണുഗോപാലും UDFും എല്ലാം ഇപ്പോൾ രംഗത്ത് വരുന്നത് എന്നാണ് K രാധാകൃഷ്ണൻ പറഞ്ഞത്. FCRI പോലുള്ള കാതലായ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ, രാജ്യത്തെ വികസന മുരടിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ, കേരളത്തിലെ വികസനങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യാതെ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങളിലേക്ക് തിരിയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ് രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. ഒരു കാരണവശാലും വ്യാജ ID കാർഡ് ഉണ്ടാക്കി ജയിക്കേണ്ട അവസ്ഥ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കില്ല എന്ന് തന്നെയാണ് K രാധാകൃഷ്ണൻ തുറന്നടിച്ചത്. മാത്രമല്ല, പോളിറ്റ് ബ്യൂറോ അംഗവും CPMനെ നയിക്കുന്ന കേരളത്തിലെ തലമുതിർന്ന നേതാവുമായ പിണറായി വിജയൻ തന്നെ പാർട്ടിയെ നയിക്കുന്നതിൽ ആർക്കെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിൽ അത് അസ്ഥാനത്താണ്. കാരണം പിണറായി വിജയൻ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ നേതാവ് തന്നെയാണ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ തന്നെയാണ്. ഇതിലേതെങ്കിലും തരത്തിൽ CPMനകത്ത് അസ്വാരസ്യമുണ്ടെന്ന് പറഞ്ഞു പരത്തുന്നത് എതിർകക്ഷികൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് വയനാട്ടിൽ പിരിച്ച ദുരിതാശ്വാസ ഫണ്ട് പിരിച്ച കണക്ക് ഇപ്പോഴും കോൺഗ്രസ് അവതരിപ്പിക്കാത്തത് എന്നാണ് രാധാകൃഷ്ണൻ ചോദിച്ചത്. CPM കൃത്യമായി അതിന്റെ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ 700 കോടിയിൽ അധികം രൂപ CPM അവിടെ പിരിക്കുകയുണ്ടായി. എന്നാൽ കേവലം 200 കോടി രൂപയുടെ മാത്രമാണ് അവിടെ വികസന പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എന്ന് കോൺഗ്രസ് പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ബാക്കി 500 കോടി രൂപ എവിടെ പോയി എന്നുള്ളതാണ് ഇപ്പോൾ UDFും ചോദിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും K രാധാകൃഷ്ണൻ കടന്നില്ല എന്നെങ്കിലും UDFനെ കടന്നാക്രമിക്കുവാൻ കിട്ടിയ അവസരം മുതലാക്കുകയായിരുന്നു. K രാധാകൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. കണ്ണൂരത്തെ ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം. തെരഞ്ഞെടുപ്പിലെ KCയുടെ ഒരു ഇതുണ്ട്, പ്രതികരണമുണ്ട്. എന്താ? അതായത് കണ്ണൂരിലെ വ്യാജ ആധാർ കാർഡ് പ്രിന്റ് ചെയ്യാണ് തെരഞ്ഞെടുപ്പില്. അത് എവിടെ? പയ്യന്നൂർ AC ഓഫീസിൽ. അത് ഒരു വ്യാജ ആരോപണമാണ്. അതായത് തെരഞ്ഞെടുപ്പിന് വ്യാജ ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്ത് വിജയിക്കേണ്ട ഒരു സ്ഥിതി CPMനോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇല്ല.
ഒരു കാരണവശാലും അത്തരമൊരു കാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാവില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പാകുമ്പോൾ എന്തെങ്കിലും ആരോപണം ഉന്നയിക്കണ്ടേ എന്ന് കരുതിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അത് അവരുടെ ഒരു സമീപനത്തിൻ്റെ ഭാഗം കൂടിയാവും. ഞാനതിനെ സംബന്ധിച്ച് ഈ സന്ദർഭത്തിൽ അധികം പറയുന്നില്ല. എന്തായാലും CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഇങ്ങനെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി വോട്ട് തേടേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ല. അത് വ്യാജ പ്രചരണമായിട്ട് തന്നെ തള്ളിക്കളയണം എന്നാണ് പറയാനുള്ളത്. ഇപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളോ ക്ഷേമ പ്രവർത്തനങ്ങളോ അല്ല ചർച്ച ചെയ്യപ്പെടുന്നത്. ഇത്തരം ജനങ്ങളെ വൈകാരികമായിട്ട് ഇളക്കിവിടാൻ കഴിയുന്ന ചില പ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മുടെ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കണം എന്നാണ് തീരുമാനിച്ചത്. എന്നാൽ അതിനെല്ലാം ഒളിച്ചോടിക്കൊണ്ടാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയാൻ വേണ്ടി പോവുകയാണ് തെരഞ്ഞെടുപ്പിൽ. നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം FCRA ആണ്. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം ഇത്തരം ബാലിശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ 3ാമത്തെ നിലയിലെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ച് തെളിവുണ്ടെങ്കിൽ തെളിവ് അനുസരിച്ച് കേസെടുക്കട്ടെ. ഇത്രയും കൃത്യമായിട്ടുള്ള കണക്ക് 3ാം നിലയിൽ ഇങ്ങനെ വ്യാജ കാർഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് എളുപ്പത്തിൽ പിടിക്കാമല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ മതിയല്ലോ. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ്, പിടിപ്പിക്കട്ടെ, അതല്ലേ ചെയ്യേണ്ടത്. ഇങ്ങനെ പരസ്യമായി പറയല്ലോ, രഹസ്യമായിട്ട് പിടിപ്പിക്കുകയല്ലേ വേണ്ടിയിരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ പരസ്യപ്പെടുത്തുകയല്ലല്ലോ വേണ്ടത്, അത് രഹസ്യമായിട്ട് പിടിപ്പിക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഏതാ ചോദിക്കാം. ഇനി ഇതിലെ ഈ പ്രചരണം നടക്കുന്നത് ഇപ്പോൾ മുഖം രക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയോ കോൺഗ്രസ് പയ്യന്നൂരിൽ? അതല്ല, തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരിടാൻ കഴിയില്ല എന്ന ബോധ്യം അവർക്ക് നല്ലപോലെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില വാക്കുകൾ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അതിൽ തെറ്റായ ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDF അല്ലേ വിജയിക്കേണ്ടത്. കാരണം എന്താണ്, നമ്മുടെ രാജ്യത്തൊരു ബദൽ സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഏക ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. എല്ലാ തരത്തിലുള്ള തെറ്റായ നിലപാടുകൾക്ക് എതിരെ ശരിയായ നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു ഗവൺമെൻറ്റും ഇടതുപക്ഷ മുന്നണിയുമാണ് കേരളത്തിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങളത് തിരിച്ചറിയും. വികസന രംഗത്തും ക്ഷേമരംഗമാണുള്ള ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തേണ്ടത്. ആ കാര്യം വിലയിരുത്തുമ്പോൾ ആ ഗവൺമെൻറ്റിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഗവൺമെൻറ് ഇന്ത്യയിലുണ്ടോ എന്ന് പറയാൻ കഴിയും. വികസന രംഗത്തും ക്ഷേമരംഗത്തും കേരളം നടപ്പിലാക്കിയ പോലെയുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഏതെങ്കിലും സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വന്നുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ കേരളം പോലെ ബീഹാറിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കണം. എല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന നേതാക്കളും കേരളത്തിൽ വരുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കേരള മോഡൽ എന്നുള്ള കാര്യം അവരെല്ലാം അംഗീകരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും രേവന്ത് റെഡ്ഡിയും എല്ലാം കേരളത്തിൽ വന്ന് പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞ് മറ്റു തരത്തിലൊക്കെ പരിഹസിക്കുന്നതും അപഹസിക്കുന്നതും ഒക്കെ ഉണ്ട്. അത് ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്ക് കാരണമാകും? അല്ല, ഇന്ത്യ സഖ്യത്തിൽ പെടുന്ന ഒരു പാർട്ടിയും അതിൻ്റെ നേതാവുമാണല്ലോ പിണറായി വിജയൻ. ഞങ്ങൾ നേരത്തെ നിരുപാധികമായിട്ടുള്ള പിന്തുണ നൽകിയതാണ്. കാരണം രാജ്യത്ത് ഒരു മതനിരപേക്ഷത നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയും ഇടതുപക്ഷ മുന്നണിയാണ്. അപ്പം അതിനെ തേജോവധം അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി തന്നെ തേജോവധം ചെയ്യാനാണ് ഇപ്പോൾ അവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതും ജനങ്ങൾ മനസ്സിലാക്കും. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ നാട് നീളെ പിണറായി വിജയന്റെ ഫ്ലെക്സ് ആണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്യാമ്പയിനിങ്ങിൽ BJP-നേക്കാളും വളരെ മുന്നിൽ LDF ഉണ്ടെന്നുള്ളത്. അത് കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണ്. അദ്ദേഹത്തെ തന്നെയാണ് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങളാണ് വയ്ക്കുന്ന ബോർഡുകൾ, അല്ലാതെ പിണറായി നേരെ ചെന്ന എല്ലാ സ്ഥലത്തും ബോർഡ് വയ്ക്കുകയല്ല. ജനങ്ങളും വയ്ക്കുന്നുണ്ട്, പാർട്ടിയും വയ്ക്കുന്നുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് പ്രവർത്തകരും ബോർഡ് വയ്ക്കുന്നത്. അവർക്കതിൽ ആവേശമുള്ളതുകൊണ്ടാണല്ലോ വയ്ക്കുന്നത്.
ഉയർത്തിയ ജി സുധാകരൻ അടക്കമുള്ളവർക്ക് പരാജയം സുനിശ്ചിതമാണോ, അല്ലെങ്കിൽ അവരെങ്ങാനും ജയിച്ചാൽ അത് CPM-ന് വലിയ ചോദ്യങ്ങൾ ഉയർത്തും? അത്തരം ആളുകൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിക്കൊണ്ട്, പാർട്ടിക്കെതിരായിക്കൊണ്ട് പല ഘട്ടങ്ങളും മാറിപ്പോയ ആളുകളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ എന്തായി പിന്നീട് എന്നുള്ളത് നമ്മളെല്ലാം കണ്ടതാണ്. അതുതന്നെയാണ് ഇതിലൊക്കെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല കരുതലോടുകൂടി തന്നെയാണ് ഓരോ മണ്ഡലത്തിലും വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുന്നത്. ആ മണ്ഡലങ്ങൾ പ്രത്യേക സാഹചര്യം കൂടി വിലയിരുത്തും. ആ വിലയിരുത്തിക്കൊണ്ട് വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും നടത്തും. വയനാട് ദുരിതാശ്വാസത്തിനായി പിരിച്ച ഫണ്ടിന്റെ കണക്ക് ഇന്നലെ CPM പുറത്തുവിട്ടല്ലോ. കോൺഗ്രസും അത്തരത്തിലൊരു സുതാര്യത കാണിക്കേണ്ടതല്ലേ? അത് തീർച്ചയായിട്ടും അത് അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അത് പറയുമ്പോൾ രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. എന്നാൽ CPM പിരിച്ച ഫണ്ട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ കൃത്യ കണക്ക് ഇന്നലെ 92,93,000 രൂപ പിരിച്ചു എന്നുള്ള കണക്ക് കൃത്യമായിട്ട് കൊടുത്തു. എന്നാൽ കോൺഗ്രസ് പിരിച്ച കണക്ക് ഇതുവരെ കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായിട്ടില്ല. അതൊന്നും മാധ്യമങ്ങൾ വേണ്ടത്ര ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ ഫണ്ട് പിരിവും അല്ലെങ്കിൽ ചൂരൽമല നമ്മുടെ ജനതയ്ക്ക് സഹായിക്കാൻ വേണ്ടി പിരിച്ച പൈസയില്ലേ, 2024 ജൂലൈ 30-നാണല്ലോ ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം പിരിച്ച പൈസയുടെ കണക്ക് ഇതുവരെ കൊടുത്തില്ലല്ലോ. തറക്കല്ലിട്ടത് എവിടെയാണെന്ന് പോലും ഇപ്പോഴും നിശ്ചയമില്ലല്ലോ. അതാണ് സ്ഥിതി. എന്നിട്ടാണ് അപ്പുറത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ FCR ഭേദഗതി ബില്ലിലെ ചർച്ച ഇന്ന് ലോക്സഭയിൽ തൽക്കാലത്തേക്ക് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ അതിൽ കേരള BJP കേരളത്തിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വീണ്ടും ഒരു രക്ഷകരായി അവതരിച്ചു എന്ന് തോന്നുന്നു. അത് തന്നെയാണ്. ഇത് തികച്ചും ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് വിധേയരാക്കുക എന്നുള്ള ഒരു സമീപനം നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ വിഭാഗത്തെയും എങ്ങനെ ഭീഷണിപ്പെടുത്തി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കാം എന്നുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. അതിൽ അവസാനത്തെ പരീക്ഷണമാണ് FCRA. കിരൺ റിജ്ജു സംസ്ഥാനത്തേക്ക് എത്തുമെന്നൊക്കെ പറയുന്നു. ക്രൈസ്തവ സംഘടനാ തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇവിടെ ഡൽഹിയിൽ വെച്ച് പറയുന്നു ഈ ബില്ലിൽ നിന്ന് പിന്നോട്ടില്ല. അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയാതിനെ. ഒരു ഭാഗത്ത് ഞങ്ങൾ ഈ ബില്ല് കൊണ്ടുവരുമെന്നുള്ള ഭീഷണിപ്പെടുത്തുക, മറുഭാഗത്ത് പോയിട്ട് സമവായത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. അതിൻ്റെ അർത്ഥം വോട്ട് കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം. ആരോപിച്ച് അറസ്റ്റ് ചെയ്തു. അതേ കന്യാസ്ത്രീകളെ ഇറക്കാനായിട്ട് BJP സംസ്ഥാന അധ്യക്ഷനും കേരളത്തിൽ BJPയുടെ ക്രൈസ്തവരായ നേതാക്കളും ഛത്തീസ്ഗഡിൽ എത്തി. ഇതൊന്നും പ്രതിരോധിക്കാൻ ആ നരേറ്റീവ് അങ്ങനെ അല്ല എന്ന് പറയാൻ LDF-നും UDF-നും ഒന്നും പറ്റാത്തത് കൃത്യമായിട്ട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ പ്രതിപക്ഷത്തിൻ്റെ MP-മാരും പ്രതിപക്ഷ പാർട്ടികളും എല്ലാം ശക്തമായിട്ട് ഇടപെടൽ നടത്തുകയുണ്ട്. എത്ര നെഗറ്റീവ് ചെയ്താലും അത് വേണ്ടത്ര മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ആളുകളെ പേടിയാണ്. ഈ ഫാസിസം വരുമ്പോൾ എല്ലാത്തിനെയും പേടിക്കുക ആളുകൾ. ഫാസിസ്റ്റ് രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുമ്പോൾ അതിനെ പേടിക്കുക എന്നുള്ള ഒരു സമീപനം ഓരോ മേഖലയിലുള്ള ആളുകൾ സ്വീകരിക്കും. ഒറ്റക്കെട്ടായിരിക്കും ഇന്ത്യ സഖ്യം. കാരണം സംസ്ഥാനത്ത് തന്നെ ഇപ്പം പല അഭിപ്രായം, പല തർക്കങ്ങളും നിലനിന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ബില്ല് ഇപ്പോൾ അനിവാര്യമല്ലാത്തൊരു കാര്യമാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ അനിവാര്യമായിട്ട് വരികയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതാണ്. പക്ഷേ ഇന്നത്തെ ഈ സന്ദർഭത്തിൽ അത് അനിവാര്യമല്ല. കാരണം നമ്മൾ 2016-ലാണ് നോട്ട് നിരോധനം വന്നത്. ആ നോട്ട് നിരോധനം വന്നപ്പോൾ പറഞ്ഞത് കള്ളപ്പണം ഇല്ലാതാക്കാനും ഭീകരവാദം അമർച്ചയാണ്. പക്ഷേ അതിനുശേഷം ഇന്ത്യയിൽ കള്ളപ്പണം ഉണ്ടായിട്ടുണ്ട്, ഭീകരവാദം ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് നാഷണൽ സെക്യൂരിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് FCRA നിയമം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ നിലവിലെ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ അതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിയും. പക്ഷേ അന്നും വ്യത്യസ്തമായിക്കൊണ്ടൊരു പുതിയ ഭേദഗതി കൊണ്ടുവരുന്നത് ഈ വിഭാഗങ്ങളെ തങ്ങൾക്ക് വിധേയരാക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അതും ജനങ്ങൾ തിരിച്ചറിയും.